ഞാൻ വെള്ളത്തിൽ മുങ്ങിയപ്പോ ചെത്തുകാരന്റെ ബാക്കി കഥ കിട്ടി. लेकिन बीफ नहीं खाऊंगी. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. ഐ 450 കിലോ ഉള്ള ബീഫും മേടിച്ച് സ്വയം ഇവിടെ നമുക്ക് തന്നെ തിന്നാ തീരില്ല 1 കിലോ ബീഫ്. അപ്പോഴാണ് വേറൊരാളെ ആര് കുത്തിത്തിരിക്കാൻ വേണ്ടി നീ തന്നെ ഇരുന്ന് തിന്നണ പട്ടി. അതല്ലെങ്കിലും ബീഫ് മാത്രം കൊടുക്കരുതാണ് നാറി. ഇത് എഴുതിയവനോടാ പറയുന്നത്. പൊറോട്ടയും മിക്സ് ചെയ്ത് കൊടുക്കണം, അതാണ് ആ കുട്ടി കഴിക്കാൻ. ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ്. ഇത്തിരി ബീഫ് കഴിച്ചോണ്ടൊന്നും മൂപ്പര് വിളിക്കില്ല എന്റെ അമ്മച്ചി. ഇതെങ്ങനെ തിന്നാനാ? ബായി കുറച്ച് ചാറുകാരും. लेकिन बीफ नहीं खाऊंगी. ഈ ബീഫ് കഴിക്കണ ഈ കോമഡി സാധനമൊക്കെ വെച്ചിട്ട് കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. മൂക്ക് പൊട്ടിക്കുന്നോ ബീഫ് കുഴച്ച് പൊട്ടിക്കുന്നോ. ചേട്ടാ 2 ബീഫ് റോസ്റ്റും 3 ഊറ്റി പുട്ടും. भूखी मर जाऊंगी. लेकिन बीफ नहीं खाऊंगी. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഇത് ദ കേരള സ്റ്റോറി എന്ന് പറഞ്ഞതിനേക്കാൾ, അതായത് പാർട്ട് 1 ഭീകരത കൂടിയ ഒരു പോയിസൺ ആണ് ഈ 2 എന്ന് പറയുന്നത്. 100% ഞാൻ യോജിക്കുന്നു. എന്താ പൊന്നളിയാ, ഇത് എഴുതിയവനെ കൊണ്ടുവാ. लेकिन बीफ नहीं खाऊंगी. ഒരടി മിസ്സായില്ല.